ഡിസാല അപ്ഡേറ്റ്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ എഴുതുന്നു. ആദ്യ വാക്ക്. കേരളത്തിൻ്റെ സാമൂഹിക അന്തരീക്ഷം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിലൊന്ന് ലഹരി മാഫിയകളുടെ കടന്നുകയറ്റമാണ്. വരും തലമുറയെ അറിവിലേക്കും നന്മയിലേക്കും നയിക്കേണ്ട വിദ്യാലയ മുറ്റങ്ങളും നമ്മുടെ തെരുവുകളും ഇന്ന് ലഹരിയുടെ കരാളഹസ്തങ്ങളിലാണ്. ഈ ഒരു സാഹചര്യത്തിൽ സംസ്ഥാന ആഭ്യന്തര വകുപ്പും കേരള പോലീസും സംയുക്തമായി ആവിഷ്കരിച്ച ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹണ്ട് ക്യാമ്പയിൻ അങ്ങേയറ്റം സ്വാഗതാർഹവും കാലോചിതവുമാണ്. കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല മർക്കസ് സന്ദർശിച്ച വേളയിൽ ഈ പോരാട്ടത്തിന് സമസ്തയുടെയും കീഴ്ഘടകങ്ങളുടെയും പൂർണ്ണ പിന്തുണ ഞങ്ങൾ ഉറപ്പു നൽകുകയുണ്ടായി. ലഹരി എന്ന മഹാവിപത്തിനെ വേരോടെ പിഴുതെറിയാൻ കേവലം പോലീസ് നടപടികൾ മാത്രം പോരാ. ഭരണകൂടത്തിൻ്റെ ശക്തമായ ഇച്ഛാശക്തിയും പൊതുസമൂഹത്തിൻ്റെ ജാഗ്രതയും ഒരുമിച്ച് ചേരേണ്ടതുണ്ട്. കേരളം ഇന്ന് ലക്ഷക്കണക്കിന് അതിഥി തൊഴിലാളികൾ അധിവസിക്കുന്ന രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ടൂറിസത്തിൻ്റെ ഭാഗമായും മറ്റും ആളുകളെത്തുന്ന ഒരു വികേന്ദ്രീകൃത സമൂഹമാണ്. അതുകൊണ്ട് തന്നെ ലഹരി മാഫിയകളുടെ പ്രവർത്തന ശൃംഖലയും കേരളത്തിന് പുറത്തേക്ക് നീണ്ടുകിടക്കുന്നു. ലഹരി മരുന്നുകളുടെ സ്രോതസ്സുകൾ കണ്ടെത്താൻ മറ്റു സംസ്ഥാനങ്ങളിലെ സുരക്ഷാ ഏജൻസികളുമായി ചേർന്ന് ശക്തമായ അന്തർ സംസ്ഥാന അന്വേഷണ ശൃംഖല രൂപീകരിക്കണം. നിയമങ്ങൾ കൂടുതൽ കർശനമാക്കുകയും അതോടൊപ്പം ബോധവൽക്കരണ പരിപാടികൾ മറ്റു ഭാഷകളിൽ കൂടി വ്യാപിപ്പിക്കുകയും വേണം. നിയമവും ബോധവൽക്കരണവും എത്ര കാര്യക്ഷമമായാലും പിന്നെയും ലഹരിയുടെ അപകടം ബാക്കിയുണ്ടാകും. അവ കൂടി പരിഹരിക്കണമെങ്കിൽ ലഹരിയിലേക്കെത്തുന്നതിന് കാരണമായി തീരുന്ന ഘടകങ്ങളെ ശാസ്ത്രീയമായി വിശകലനം ചെയ്യേണ്ടതുണ്ട്. പുതിയ കാലത്ത് പല രീതിയിലുള്ള നിമിത്തങ്ങളാണ് ആളുകളെ ലഹരിയിലേക്ക് അടുപ്പിക്കുന്നത്. അവ അപഗ്രഥിച്ച് പരിഹാരം നിർമ്മിച്ചാലല്ലാതെ ശാശ്വതമായ നിവാരണം സാധ്യമല്ല. അതിനുവേണ്ടി ഒരു പഠന സമിതി പ്രവർത്തിക്കുകയും പ്രൊജക്റ്റുകൾ മുന്നോട്ട് വെക്കുകയും വേണം. സർക്കാർ സംവിധാനങ്ങൾ ഈ വിഷയത്തെ ഗൗരവപൂർവ്വം പരിഗണിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ലഹരി വിൽപ്പന നടത്തുന്നവരും അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന വൻകിട സ്രോതസ്സുകളും മനുഷ്യരാശിയുടെ ശത്രുക്കളാണ്. അവരോട് യാതൊരുവിധ ദാക്ഷിണ്യവും കാണിക്കാൻ പാടില്ല. ലഹരി കേസുകളിൽ പിടിക്കപ്പെടുന്നവർക്ക് രാഷ്ട്രീയ ഉദ്യോഗസ്ഥ തലത്തിലുള്ള യാതൊരുവിധ സംരക്ഷണവും ലഭിക്കുന്നില്ല എന്ന് ഭരണകൂടം ഉറപ്പുവരുത്തണം. വിദ്യാലയ പരിസരങ്ങളിൽ ലഹരി വിൽക്കുന്നവർക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത കാപ്പ പോലുള്ള ശക്തമായ നടപടികൾ സ്വീകരിക്കണം. ലഹരിക്കെതിരെയുള്ള ഏറ്റവും വലിയ കോട്ട നമ്മുടെ വീടുകളാണ്. മക്കളുടെ പെരുമാറ്റത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ മാതാപിതാക്കൾ സൂക്ഷ്മമായി നിരീക്ഷിക്കണം. കേരളത്തിലെ വ്യവസ്ഥാപിതമായ മഹല്ല് സംവിധാനങ്ങൾക്കും മതസാമൂഹിക സംഘടനകൾക്കും ഇതിൽ വലിയ പങ്ക് വഹിക്കാനുണ്ട്. ഓരോ പ്രദേശത്തെയും ബോധവൽക്കരണ പ്രവർത്തനങ്ങൾക്ക് മഹല്ല് കമ്മിറ്റികൾ നേതൃത്വം നൽകണം. ലഹരി ഉപയോഗം വ്യക്തിയെ മാത്രമല്ല കുടുംബത്തെയും സമൂഹത്തെയും തകർക്കുമെന്ന ബോധ്യം ചെറുപ്പകാലം മുതലേ കുട്ടികളിൽ വളർത്തണം. ആത്മീയവും ധാർമ്മികവുമായ മൂല്യങ്ങൾ മുറുകെ പിടിക്കാൻ അവരെ പ്രാപ്തരാക്കണം. വ്യവസ്ഥാപിതമായി പ്രവർത്തിക്കുന്ന ഒരു ബഹുജന സംഘടന എന്ന നിലയിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയും അതിൻ്റെ എല്ലാ കീഴ്ഘടകങ്ങളും സ്ഥാപനങ്ങളും നാടിനെ നശിപ്പിക്കുന്ന ഈ ലഹരി മാഫിയക്കെതിരെയുള്ള പോരാട്ടത്തിൽ സജീവമായി പങ്കാളികളാകും. ഇത് കേവലമൊരു സർക്കാർ ദൗത്യമല്ല, മറിച്ച് നമ്മുടെ മക്കളുടെ വരും തലമുറയുടെ നിലനിൽപ്പിനായുള്ള വിശുദ്ധ യുദ്ധമാണ്. ഈ പോരാട്ടത്തിൽ ജാതി മതരാഷ്ട്രീയ ഭേദമന്യേ എല്ലാ ജനങ്ങളും ഒറ്റക്കെട്ടായി അണിനിരക്കണമെന്ന് ഉണർത്തുന്നു.
സ്നേഹത്തോടെ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ.